കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി പത്രിക സമർപ്പിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി ഇന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് പത്രിക സമർപ്പിച്ചത്? വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ ഇന്ന് ആദ്യ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ.ഡി.എയുടെ കാസർഗോഡ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനിയാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള കെ എംബുശേഖരനാണ് പത്രിക സമർപ്പിച്ചത്. രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ അവർ പ്രവർത്തകർക്കൊപ്പം മുതിർന്ന നേതാക്കൾക്കൊപ്പം റോഡ് ഷോയായി എത്തിയായിരുന്നു ഈ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. വലിയ ആവേശപൂർവ്വമായി പ്രവർത്തകരുടെ വലിയ വരവേൽപ്പും സ്വീകരണവും ഏറ്റുവാങ്ങിയാണ് എം.എൽ. അശ്വിനി ഈ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ ഈ എം.എൽ. അശ്വിനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് പ്രവർത്തകർ എം.എൽ. അശ്വിനിക്കായി ഒരുക്കിയിട്ടുള്ളത്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കും, എയിംസ് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഇത് അടിയന്തരമായി പരിഹരിക്കും എന്ന ആ ക്യാമ്പയിന്റെ പുറത്താണ് അവർ പ്രചരണം നടത്തി വരുന്നത്. ഏതൊക്കെയായാലും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവർ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എം.എൽ. അശ്വിനിയും എൻ.ഡി.എയും നോക്കിക്കാണുന്നത്. കാസർഗോഡിന്റെ നിർണായകമായി വോട്ട് വളർച്ചയ്ക്കപ്പുറം വലിയ വിജയ സാധ്യതയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ. ഏതൊക്കെയായാലും ആദ്യ പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വൃന്ദ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു പത്രിക സമർപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ്.